നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ആണ്. ഈ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു ഡയോഡിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത്. അപ്പം പി എൻ ജംഗ്ഷൻ അഥവാ ഡയോഡിൻ്റെ സിമ്പലിനകത്ത് അവിടെ ഒരു ആരോ ഹെഡ് ഉണ്ട്. ആരോ ഹെഡ് ഏത് സെക്ഷനെ കാണിക്കുന്നത്? പി സെക്ഷനെയാണ് കാണിക്കുന്നത്. പി സൈഡിനെ കാണിക്കുന്നതാണ് ആരോ ഹെഡ്. മറ്റേ സൈഡ് കാണിക്കുന്നത് എൻ സൈഡാണ്. സോ ആരോ ഹെഡ് കാണിക്കുന്നത് പി സൈഡിനെയാണ്. എന്താണ് ഈ ആരോ ഹെഡ്? അല്ലെ ആരോയുടെ ഡയറക്ഷൻ എന്താ കാണിക്കുന്നത്? ആരോയുടെ ഡയറക്ഷൻ കൺവെൻഷണൽ കറണ്ടിൻ്റെ ഡയറക്ഷനാണ്. കൺവെൻഷണൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പം ഡയറക്ഷൻ ഓഫ് ഹോൾ ഫ്ലോ ആണെന്ന് ഓർത്തിരിക്കുക. കൺവെൻഷണൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഓഫ് ഹോൾ ഫ്ലോ ആണ്. അപ്പോൾ അതിനെയാണ് നമ്മുടെ ഈ ആരോ ഹെഡിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. ആരോ ഹെഡ് എന്ന് പറയുന്നത് ഏത് സൈഡാണ്? പി സൈഡാണ് കാണിക്കുന്നത്. ഇനി നമുക്കറിയാം ഡയോഡ് എന്ന് പറയുന്നത് ഒരു നോൺ ലീനിയർ ഡിവൈസാണ്. ഡയോഡ് നോൺ ലീനിയർ ഡിവൈസാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ ഫോർവേഡ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്താൽ ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് തീരെ കുറവായിരിക്കും. ഫോർവേഡ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുമ്പം റെസിസ്റ്റൻസ് കുറവാണ്. എന്നാൽ നമ്മൾ ഈ പൊട്ടൻഷ്യലിൻ്റെ ഡയറക്ഷൻ ഒന്ന് മാറ്റിയാൽ, അപ്ലൈഡ് പൊട്ടൻഷ്യലിൻ്റെ ഡയറക്ഷൻ മാറ്റി റിവേഴ്സ് ഡയറക്ഷനിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ റെസിസ്റ്റൻസ് എങ്ങനെയാണ്? വെരി ഹൈ ആയിരിക്കും. സോ ഇവിടെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്നതിനെയാണ്? റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷനെയാണ്. കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ മാറുന്ന അനുസരിച്ച് റെസിസ്റ്റൻസ് മാറുന്നതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും ഇറ്റ് ഈസ് എ നോൺ ലീനിയർ ഡിവൈസ്. അതായത് നോൺ ലീനിയാരിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന എന്നതിനെയാണ്? അപ്ലൈഡ് വോൾട്ടേജിൻ്റെ പൊളാരിറ്റിയാണ്. നോൺ ലീനിയാരിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്ലൈഡ് വോൾട്ടേജിൻ്റെ പൊളാരിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഡയോഡ് അഥവാ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു നോൺ ലീനിയർ ഡിവൈസ് ആണെന്ന് പറയാൻ സാധിക്കും. ഇനി നമുക്ക് സർക്യൂട്ട് അറേഞ്ച്മെൻറ്റ് നോക്കാം. വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയുള്ള സർക്യൂട്ട് അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. നോക്കിക്കേ, ഡയോഡുണ്ട്. ഡയോഡിനകത്തേക്ക് കൂടെയുള്ള കറണ്ട് മെഷർ ചെയ്യാൻ ഒരു മില്ലി അമ്മീറ്റർ ഉണ്ട്. വോൾട്ടേജ് മെഷർ ചെയ്യാൻ, ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് മെഷർ ചെയ്യാൻ വോൾട്ട് മീറ്റർ ഉണ്ട്. ഇനി നമുക്ക് ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററിയിൽ നിന്നുള്ള പൊട്ടൻഷ്യൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ആരുണ്ട്? അവിടെ ഒരു റിയോസ്റ്റാറ്റും ഉണ്ട്. ഇനി നമുക്ക് പ്ലോട്ട് ചെയ്ത ഗ്രാഫ് ഒന്ന് നോക്കാം. ഡയോഡിൽ കൂടെയുള്ള കറൻറ്റും ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജും കൂടെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡയോഡിൽ കൂടെയുള്ള കറൻറ്റും ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജും കൂടെ പ്ലോട്ട് ചെയ്തതിനെയാണ് നമ്മൾ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഈ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഫോർവേഡ് ഡയറക്ഷനിൽ, അതായത് ബാറ്ററിയുടെ പൊളാരിറ്റി ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കുന്ന സമയത്ത് എന്നാ സംഭവിക്കും? ഇവിടെ കറൻറ്റ് ലീനിയറായിട്ട് ഇൻക്രീസ് ചെയ്യും. കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. നമ്മൾ പൊട്ടൻഷ്യൽ കൂട്ടുന്ന അനുസരിച്ച് കറണ്ട് ഫ്ലോ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു ലീനിയർ റീജിയൻ ആണ്. ഫോർവേഡ് ബയാസ് ചെയ്ത് കഴിയുമ്പോൾ എന്നാ പറ്റുന്നത്? കറൻറ്റ് വോൾട്ടേജിനനുസരിച്ച് ലീനിയറായിട്ട് ഇൻക്രീസ് ചെയ്യും. സോ ഇതൊരു ലീനിയർ റീജിയൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സീറോ ബയാസ് അപ്ലൈ ചെയ്താൽ അന്നേരം കുറച്ച് നോൺ ലീനിയർ ആണ്. പക്ഷേ ഒരു പോയിൻ്റ് കഴിയുമ്പം ലീനിയറായിട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ ബയാസിൻ്റെ കുറച്ച് മുകളിൽ എന്നാ സംഭവിക്കും? അവിടെ നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. ഡിപ്ലീഷൻ റീജിയൻ എലിമിനേറ്റ് ആയി കഴിയുമ്പോഴാണ് ഫോർവേഡ് കറണ്ട് ലീനിയറായിട്ട് കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഡിപ്ലീഷൻ റീജിയൻ എലിമിനേറ്റ് ആവുന്നത് വരെ എങ്ങനെയാണ്? കറണ്ട് തീരെ കുറവായിരിക്കും. ഡയോഡ് നോൺ ലീനിയർ ആയിട്ടേ ബിഹേവ് ചെയ്യത്തുള്ളൂ. അപ്പം ഈ ഫോർവേഡ് ഡയറക്ഷനിൽ ഡയോഡ് നോൺ ലീനിയർ ആയിട്ട് ബിഹേവ് ചെയ്തിട്ട് ഡിപ്ലീഷൻ റീജിയൻ എലിമിനേറ്റ് ആവുന്ന ആ പോയിന്റിൽ പിന്നെ കറണ്ട് എന്താണ്? ലീനിയർ ആയിട്ട് കൂടിക്കോളും. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ച് കറണ്ട് ലീനിയർ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഈ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഫോർവേഡ് ഡയറക്ഷനിൽ കറണ്ട് ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്ന ആ പോയിൻ്റാണ് കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. കട്ട് ഇൻ വോൾട്ടേജിൻ്റെ താഴെ എങ്ങനെയാണ്? കട്ട് ഇൻ വോൾട്ടേജിൻ്റെ താഴെ കറണ്ട് നോൺ ലീനിയർ ആയിരിക്കും. കറണ്ട് തീരെ കുറവായിരിക്കും. അവിടെ ഡിപ്ലീഷൻ റീജിയൻ ഉള്ളതുകൊണ്ടാണത്. അപ്പോൾ ഈ വോൾട്ടേജിനെ നമ്മൾ വേറെ പേരിലും വിളിക്കും. അതാണ് ഓഫ്സെറ്റ് ബ്രേക്ക് പോയിൻ്റ് അല്ലെങ്കിൽ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. അതായത് ഫോർവേഡ് ബയാസ്ഡ് റീജിയനിൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വരെ ഡിപ്ലീഷൻ റീജിയൻ എക്സിസ്റ്റ് ചെയ്യും. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ബാരിയർ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ കറൻറ്റ് വളരെ കുറവായിരിക്കും. കറൻറ്റ് നോൺ ലീനിയർ ആയിട്ടായിരിക്കും കൂടുന്നത്. ഇനി ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കഴിയുമ്പം എന്നാ സംഭവിക്കും? ഈ ഡിപ്ലീഷൻ റീജിയൻ എലിമിനേറ്റ് ആവുകയും കറണ്ട് ലീനിയർ ആയിട്ട് കൂടാൻ തുടങ്ങും. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് കറണ്ട് ലീനിയർ ആയിട്ട് കൂടാൻ തുടങ്ങും. അപ്പോൾ ഈ പർട്ടിക്കുലർ വോൾട്ടേജിനെ വിളിക്കുന്ന പേരാണ് കട്ട് ഇൻ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ്
ഓഫ്സെറ്റ് ബ്രേക്ക് പോയിന്റ് അല്ലെങ്കിൽ ത്രെഷോൾഡ് വോൾട്ടേജ് എന്നും വിളിക്കുന്നത്. ജർമേനിയത്തിന് ഇത് 0.2 വോൾട്ടാണ്, സിലിക്കണിന് 0.6. ജർമേനിയം 0.2ഉം സിലിക്കൺ 0.6ഉമാണ്. ഇനി റിവേഴ്സ് ബയാസ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്നാ സംഭവിക്കും? ഒരു വളരെ കുറഞ്ഞ ഒരു റിവേഴ്സ് കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ പഠിച്ചു, റിവേഴ്സ് ബയാസിങ് പറഞ്ഞു റിവേഴ്സ് ബയാസിങ്ങിൽ മൈനോറിറ്റി കാരിയർ കാരണമുള്ള റിവേഴ്സ് കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യും. ഈ കറണ്ട് എന്ന് പറയുന്നത് മൈക്രോ ആംപിയർ റേഞ്ചിലായിരിക്കും, വളരെ കുറവായിരിക്കും. ഇത് വളരെ ചെറിയ തോതിൽ മാത്രമേ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. എന്നിട്ടൊരു സാച്ചുറേഷൻ വാല്യൂ I0 വരെ എത്തും. ഇത് വളരെ ചെറുതായിട്ട്, തീരെ ചെറുതായിട്ട് മാത്രം ഇൻക്രീസ് ചെയ്യും. എന്നിട്ട് എന്ത് പറ്റും? ഒരു സാച്ചുറേഷൻ വാല്യൂ I0 എത്തും. ഈ I0 എന്ന് പറയുന്നത് മൈക്രോ ആംപിയർ റേഞ്ചിലായിരിക്കും. നമ്മൾ ബയാസ് വോൾട്ടേജ് എത്ര കൂട്ടിയാലും ഈ കറണ്ട് സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കും. പക്ഷേ ബയാസ് വോൾട്ടേജ് കൂട്ടിക്കൂട്ടി, റിവേഴ്സ് ബയാസിങ് കൂട്ടിക്കൂട്ടി ക്രിസ്റ്റൽ ബ്രേക്ക് ഡൗൺ എത്തുന്നിടം എത്തിയാൽ, അതായത് PN ജംഗ്ഷൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്തിയാൽ, ഒരു ലിമിറ്റിംഗ് വോൾട്ടേജ് ഉണ്ട്, അതാണ് ഈ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. റിവേഴ്സ് ബ്രേക്ക് ഡൗൺ നടക്കുന്ന കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ബ്രേക്ക് ഡൗൺ നടക്കും. ക്രിസ്റ്റൽ ബ്രേക്ക് ഡൗൺ നടക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലിനകത്തെ കോവലൻ ബോണ്ട് എല്ലാം ബ്രേക്ക് ചെയ്യും. എന്നിട്ട് എന്നാ സംഭവിക്കും? കറണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ കറണ്ട് ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്, PN ജംഗ്ഷൻ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നടക്കുന്ന വോൾട്ടേജ് ആണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി ബ്രേക്ക് ഡൗൺ തന്നെ 2 തരമുണ്ട്. ഏതൊക്കെയാണ്? സെനർ ബ്രേക്ക് ഡൗണുമുണ്ട്, അവലാഞ്ചി ബ്രേക്ക് ഡൗണുമുണ്ട്. എന്താണ് ഈ സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്? സെനർ ബ്രേക്ക് ഡൗണിനകത്ത് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റിവേഴ്സ് പൊട്ടൻഷ്യൽ കൂടിയിട്ട് എന്നാ സംഭവിക്കും? ഒറ്റയടിക്ക് കോവലൻ ബോണ്ട് എല്ലാം ബ്രേക്ക് ആവും. അതിനെയാണ് നമ്മൾ സെനർ ബ്രേക്ക് ഡൗൺ എന്ന് വിളിക്കുന്നത്. എന്നാൽ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ അവലാഞ്ചി ബ്രേക്ക് ഡൗണിനകത്ത് മൈനോറിറ്റി കാരിയേഴ്സ് എനർജി അക്വയർ ചെയ്യും. അപ്ലൈഡ് ഫീൽഡിൽ നിന്ന് മൈനോറിറ്റി കാരിയേഴ്സ് എനർജി അക്വയർ ചെയ്യും. അവരെന്നിട്ട് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇവർ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പം ഇവർ കോവലൻ ബോണ്ടിനെ ഹിറ്റ് ചെയ്ത് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പം ഒരു ഇലക്ട്രോണും ഒരു ഹോളും റിലീസാവും. സോ ആ ഇലക്ട്രോണും ഹോളും എന്ത് ചെയ്യും? ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് വേറൊരു പെയർ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഇതൊരു ചെയിൻ റിയാക്ഷനായിട്ട് നടക്കും. അവലാഞ്ചി റിയാക്ഷനാണ്. ഇങ്ങനെ ഒരു ചെയിൻ റിയാക്ഷനായിട്ട് നടക്കുന്നതിനെയാണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് വിളിക്കുന്നത്. സോ റിവേഴ്സ് ബയാസിങ്ങിൽ മൈനോറിറ്റി കാരിയർ കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അത് മൈക്രോ ആംപിയർ റേഞ്ചിലാണ്. അത് വളരെ പതുക്കെ ഇൻക്രീസ് ചെയ്തിട്ട് ഒരു സാച്ചുറേഷൻ വാല്യൂ I0 എത്തും. പിന്നെ നമ്മൾ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് കൂട്ടിയാലും കറണ്ടിൽ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല, ഇങ്ങനെ തന്നെ നിൽക്കും. പക്ഷേ വോൾട്ടേജ് കൂട്ടി ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും? ഈ ക്രിസ്റ്റൽ ബ്രേക്ക് ഡൗൺ നടക്കും. ക്രിസ്റ്റൽ ബ്രേക്ക് ഡൗൺ നടക്കുമ്പം കോവലൻ ബോണ്ട് എല്ലാം ഒറ്റയടിക്ക് അങ്ങ് ബ്രേക്ക് ആവുക ചെയ്യുന്നത്. അത് കഴിയുമ്പം കറണ്ട് കണ്ടക്ഷൻ ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്യും. പിന്നെ നമുക്ക് കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെയാണ് നമ്മൾ ജംഗ്ഷൻ്റെ ബ്രേക്ക് ഡൗൺ എന്ന് വിളിക്കുന്നത്. ഇത് നടക്കുന്ന പോയിൻ്റാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഇനി ബ്രേക്ക് ഡൗൺ തന്നെ 2 തരമുണ്ട്. സെനർ ബ്രേക്ക് ഡൗണുമുണ്ട്, അവലാഞ്ചി ബ്രേക്ക് ഡൗണും ഉണ്ട്. സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈഡ് പൊട്ടൻഷ്യൽ കാരണം, ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒറ്റയടിക്ക് ബോണ്ടെല്ലാം ബ്രേക്ക് ചെയ്യുന്നതിനാണ് സെനർ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. അവലാഞ്ചി എന്ന് പറയുന്ന ഒരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. അതായത് മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ വെലോസിറ്റി കൂടിയിട്ട് അവർ വേറെ ബോണ്ട് ഹിറ്റ് ചെയ്ത് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ വേറെ മൈനോറിറ്റി കാരിയേഴ്സ് വരും. ആ വരുന്ന കാരിയേഴ്സ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്ത് അടുത്ത ബോണ്ട് ബ്രേക്ക് ചെയ്യും. അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷനായിട്ട് നടക്കുന്നതിനെയാണ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് നമ്മൾ പറയുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് VI ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ PN ജംഗ്ഷൻ ഡയോഡും കൂടെ കഴിയുകയാണ്. സോ നമ്മുടെ ഫിസിക്സിൻ്റെ 2nd മോഡ്യൂൾ നമ്മൾ ഫിനിഷ് ചെയ്തു. താങ്ക്